ഈ 60 വയസ്സാവുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ചെറുപ്പമാണ്. ഈ 60 വയസ്സുള്ള ഒരാൾ പാർലമെന്ററി സ്ഥാനത്തെത്തിയാൽ യുവാവായ നേതാവ് പാർലമെന്ററി സ്ഥാനത്തെത്തിയെന്നാണ് പൊതുവെ പറയാറ്. താങ്കൾ 60 വയസ്സിൽ റിട്ടയർമെന്റ് എന്ന് തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള കാര്യമാണോ? 60 വയസ്സെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എനർജറ്റിക് ആവുന്ന സമയമല്ലേ രാഷ്ട്രീയ നേതാക്കളൊക്കെ? ഓരോ ആളുകൾക്കും ഓരോ വീക്ഷണമായിരിക്കുമല്ലോ. ഞാൻ 12-13 വർഷക്കാലം കോളേജ് അധ്യാപകനായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ പഠിച്ച കോളേജിൽ അധ്യാപകനായി വരിക എന്നുള്ളതായിരുന്നു. 13 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ ചുറ്റുപാടിൽ 2006 ഞാൻ കുറ്റിപ്പുറത്ത് നിന്ന് മത്സരിക്കുന്നത്. അധികാരമോഹം മൂത്ത് കുറ്റിപ്പുറത്ത് മത്സരിച്ചതല്ല. അധികാരമോഹം മൂത്താൽ കുറ്റിപ്പുറത്ത് ആരെങ്കിലും മത്സരിക്കുമോ? കാരണം ഇടതുപക്ഷത്തിന് അവിടെ ആകെ കിട്ടുന്ന വോട്ടിനേക്കാൾ കൂടുതലായിരിക്കും അവിടെ മുസ്ലിം ലീഗിൻ്റെ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലുമുള്ള ഭൂരിപക്ഷം. അതൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ചതാണ്. ജയിച്ചു. അതിനുശേഷം 3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2026 ആകുമ്പോൾ എനിക്ക് 59 വയസ്സാവും. എന്ത് കിട്ടുകയാണെങ്കിലും 60 വയസ്സിന് മുമ്പ് ലഭിച്ചിരിക്കണം എന്ന കാഴ്ചപ്പാടുകാരനാണ് ഞാൻ. 60 വയസ്സാകുമ്പോഴേക്ക് നമ്മൾ ഓടിക്കിതക്കും. അപ്പോൾ ആ കിതപ്പ് അനുഭവപ്പെടാതെ പുതിയ തലമുറക്ക് സ്ഥാനമാനങ്ങൾ കൈമാറി നമുക്ക് വേറെയും കുറേ മേഖലകളുണ്ട്. ഒരുപാട് യാത്ര ചെയ്യണം, അത്തരം കാര്യങ്ങളിൽ എഴുതണം, സാഹിത്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ അതിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ രാഷ്ട്രീയത്തിൽ നിന്നും പൊതുപ്രവർത്തനത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുന്നു എന്നതിനർത്ഥമില്ല. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇല്ല എന്നേ ഉള്ളൂ.